ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, താലികെട്ട് കണ്ടല്ലോ, ഇനി നമുക്ക് പോയാലോ എന്ന് പറയാണ്. ആ സമയത്ത് മേഘന പറയുന്നുണ്ട്, എന്നാലും ചെക്കൻ്റെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ചെക്കൻ്റെ മുഖം കണ്ടില്ലെങ്കിലും എന്താണ് എന്താണ് താലികെട്ട് കാണാൻ പറ്റിയില്ലേ, അത് പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മതി എന്നാ പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണി നമ്മുടെ മേഘനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് രാഹുലിനൊക്കെ സമാധാനമാവാട്ടോ. അപ്പോഴേക്കും സനൽ അവിടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പൊ സനലിനോട് രാഹുൽ പറയുന്നുണ്ട്, അവള് പോയി കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ സനൽ പറയുന്നുണ്ട്, അതെ ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ച് നിന്നാൽ മതിയോ, അതേ കല്യാണ ഫോട്ടോ കിട്ടുമ്പോഴേ നിന്റെ മുഖമൊന്നും കല്യാണ ഫോട്ടോയിൽ ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആകാം എന്ന് പറയാണ്. ഓ അതിനെന്താന്ന് പറയുമ്പോൾ ആ ശരി എന്നാൽ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വാന്ന് പറയാണ്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ട് അവര് മണ്ഡപത്തിന് ചുറ്റും. അതിനുശേഷം എന്തായാലും ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞല്ലോ, എന്ന് നമുക്ക് നല്ലൊരു ഫോട്ടോഷൂട്ട് നടത്തിയാലോ, അതിനെന്താടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹര സനലിന്റെ കൂടെ പോവാണ്. അങ്ങനെ നമ്മുടെ നിഷേനെ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചൊക്കെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് നിന്നിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ രാഹുൽ അത് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശിവദാസനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശിവദാസനോട് രാഹുലിനോടൊക്കെ പറയുന്നുണ്ട്, നിഷ വാ ഇവിടെ വന്ന് നിൽക്ക്, ഫോട്ടോസ് എടുക്കാന്ന് പറയാണ്. ആ സമയത്ത് രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഞാനിങ്ങനെ ഈ ഫോട്ടോസിൽ വന്നാൽ കുറച്ച് പ്രശ്നമാവും, അതുകൊണ്ട് ഫോട്ടോ എടുക്കാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ മനോഹർ അതെ അങ്കിളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അങ്ങനെ രാഹുൽ അടുത്തേക്ക് വരുന്നുണ്ട്. രാഹുലിനെ ചേർത്ത് വിളിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുവാട്ടോ. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, തന്നെ മാറ്റി നിർത്തിയിടണം, ചേർത്ത് ഇങ്ങനെ പിടിക്കോളൂ അതുകൊണ്ട് എന്നെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുല്, മനോഹർ, നിഷ, ശിവദാസൻ, വിലാസിനി ഇവരിങ്ങനെ നേരം ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കൊള്ളാം, അമ്മായച്ചൻ ടു അമ്മായച്ചൻ ഇസിക്കൽ ടു അമ്മായച്ചൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കണക്കുകൾ ഇങ്ങനെ കൂട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുവാട്ടോ. അതിനുശേഷം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും എന്തായാലും ഇനിയിപ്പോൾ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാണ് കേട്ടോ എന്ന് സനല് പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് നമ്മുടെ മനോഹറും ഇങ്ങനെ പറയുവാട്ടോ. ശേഷം നമ്മുടെ മനോഹറും അതുപോലെ തന്നെ സനലും രാഹുലൊക്കെ പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് മേഘന ഇങ്ങനെ, അതായത് നിഷ ഇങ്ങനെ വരാനായിട്ട്. അങ്ങനെ രാഹുലിന് പറയുന്നുണ്ട്, എടാ എന്നാലും നാണുല്ലേടെ നിനക്കിനെ പെണ്ണുങ്ങളെ പറ്റിക്കാനെന്ന് പറയുമ്പോൾ മനോഹർ സനല് പറയണ്ടേടാ, ഈ പറഞ്ഞത് ആരാന്നറിയാവോ, ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണിട്ടുള്ള പെണ്ണിനെ പറ്റിച്ച് വഞ്ചിച്ച ആളാ. ആ സമയത്ത് സനല് പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾക്ക് നാണുല്ലേടെ മനുഷ്യ, ഒരു അംഗവൈകലൊരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുമ്പോൾ, എടാ നീ എൻ്റെ പഴയ ചരിത്രമൊക്കെ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞു നടക്കുവാണല്ലേ എന്ന് പറയുമ്പോൾ, ഓ ഇവരൊരു ഫ്രണ്ട് അല്ലേ, അപ്പൊ ഈ പുറകെ നിൽക്കണവർ അവരും കേട്ടില്ലേ, ഓ അതൊന്നും വലിയ പ്രശ്നമില്ലെന്ന് എന്നിങ്ങനെ പറയാണ്. അതെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ സംസാരം അടിച്ച് നിങ്ങൾ നിർത്തുവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ നിഷ അമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ശിവദാസൻ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ മനോഹരത്ത് പറയുന്നുണ്ട്, എൻ്റെ മോളെ പൊന്നു പോലെ നോക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അതെന്താണ് താൻ അങ്ങനെ പറഞ്ഞത്, ഇവനുണ്ടല്ലോ ഈ തൻ്റെ മരുമകൻ തൻ്റെ മോളെ പൊന്നു പോലെ നോക്കും, തൻ്റെ മോളെ ജീവനെ പോലെ നോക്കും, വേണമെങ്കിൽ ജീവൻ എടുക്കും എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ശിവദാസൻ ചോദിക്കുന്നുണ്ട്, താനെന്താടോ രാഹുലെ അങ്ങനെ പറഞ്ഞത് ജീവൻ എടുക്കുമെന്ന്. അല്ലല്ല അങ്ങനെയല്ലടോ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ പ്രാണനെ പോലെ സ്നേഹിക്കും, ജീവൻ എടുക്കുന്ന പോലെ സ്നേഹിക്കും അങ്ങനെയൊക്കെ പറയില്ലേ, പ്രാണൻ കൊടുത്ത് സ്നേഹിക്കും എന്നൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓ അങ്ങനെയാണല്ലേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ നിശ്ചയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ പണ്ട് ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു മരുമകനെയല്ലേ കിട്ടിയേക്കണത്, പിന്നെ എന്തിനാണ് കരയണത് എന്ന് പറയാണ്. അതെ അതെ വിലാസിന് നീ എന്തിനിങ്ങനെ കരയണത്, നല്ലൊരു വേറെ ആർക്കും കിട്ടാത്തത് മഹാഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കണം, നല്ലൊരു മരുമകനെ കിട്ടി. മൂത്ത മോളുടെ കല്യാണം ശരിക്കും നടത്താൻ പറ്റില്ല, രണ്ടാമത്തെ മോളുടെ കല്യാണം ഇങ്ങനെയായി, അധികം ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല, കല്യാണമൊക്കെ ചെറിയ രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ നടന്നു എന്നൊക്കെ നിഷയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ രാഹുൽ പറഞ്ഞു, സമയമായി, വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ, ശരിയെങ്കിൽ അങ്കിളെ വിഷമിക്കുന്നു കേട്ടോ, അങ്കിളുടെ മോളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേനെ ചേർത്ത് പിടിച്ചിട്ട് വണ്ടിയിലേക്ക് കയറ്റുവാട്ടോ. അങ്ങനെ രാഹുൽ പറഞ്ഞിട്ട് മനോഹർ, അങ്കിളും കയറ്, വാ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുവാണ്. ശരിയിടൊന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് രാഹുൽ അവരുടെ കൂടെ അങ്ങോട്ട് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ നിഷയുടെ അമ്മനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശിവദാസൻ പറയണ്ട, എന്തിനാ വിലാസിനെ നീ ഇങ്ങനെ കരയണത്, നല്ലൊരു ബന്ധം നമ്മുടെ മകൾക്ക് കിട്ടിയില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നിഷയുടെ അമ്മ.
അങ്ങനെ നിഷേനെയും കൂട്ടിക്കൊണ്ട് മനോഹർ വലിയൊരു വാടക എടുത്തൊരു ബംഗ്ലാവിലേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരുപാട് പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നിലവിളക്കൊക്കെ ആയിട്ട്. മനോഹർ പറയുന്നുണ്ട്, ആ ഇതൊക്കെ എൻ്റെ വകയിലെ അമ്മായിമാരാണ് കേട്ടോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ഓരോരുത്തരിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദാ മോളെ വിളക്ക് പിടിക്കും എന്ന് പറഞ്ഞ് വിളക്ക് ഇങ്ങനെ കൊടുക്കുവാണ്. അതിനുശേഷം വിളക്കൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. വലതുകാലം വെച്ച് കയറിക്കുമോളും എന്ന് മനോഹർ പറയാണ്. അങ്ങനെ വലതുകാലം വെച്ചിട്ട് തന്നെ നിഷ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ കയറി കഴിയുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ഈ മനോഹരൻ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു, ഒരു പുതിയൊരു ജീവിതത്തിലേക്കും കൂടി കടന്നു എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ നിശ നിലവിളക്കൊക്കെ ആയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് വലതുകാലം വെച്ചിട്ട്. എന്നിട്ട് ദൈവത്തിന് മുമ്പ് വിളക്ക് വെച്ചതിന് ശേഷം മനോഹറും നിശയും ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണി വരുന്നുണ്ട്. ആ കിരണേട്ടാ, ആ എന്തായി നിങ്ങൾ കല്യാണത്തിന് പോയിട്ട്? കല്യാണം കാണാൻ പറ്റുമോ അതോ ആരെങ്കിലും നിങ്ങളെ ആട്ടിപ്പായിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ആ കല്യാണമൊക്കെ കാണാൻ പറ്റി, പക്ഷേ കിരണേട്ട പറഞ്ഞ പോലെ തന്നെ ആട്ടിയൊക്കെ പായിച്ചു. ഞാൻ പറഞ്ഞതല്ലേ കല്യാണി പോകണ്ടെന്ന്. അതൊന്നും സാരില്ലെന്നേ. പക്ഷേ അവളുടെ നിശ്ചയം അമ്മയെ മാത്രമേ ആട്ടിപ്പായച്ചുള്ളൂ, ബാക്കി ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും മേഘനക്ക് കല്യാണം കാണാൻ പറ്റിയല്ലോ. ആകെ ഒരു കാര്യത്തിലുള്ളൂ കിരണേട്ട വിഷമം. അതെന്താ? പയ്യന്റെ മുഖം കാണാൻ പറ്റില്ല. അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, പയ്യനെ തലപ്പാവൊക്കെ വെച്ചിട്ട് നമ്മൾ മുഖമൊക്കെ കാണിക്കാത്ത രീതിയിൽ ചടങ്ങില്ലേ, ആ ചടങ്ങായിട്ടാണ് വന്നത്. അവരങ്ങനത്തെ കാസ്റ്റാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും കിരണ്ട ചെറിയൊരു ഡൗട്ടൊക്കെ ഇങ്ങനെ വരും കേട്ടോ. മുഖം ഇങ്ങനെ മാറുന്നുണ്ട് കിരണ്ട. ആ എന്തായാലും അത് കഴിഞ്ഞല്ലോ, കല്യാണമൊക്കെ കാണാൻ പറ്റിയല്ലോ, അതന്നെ വലിയ കാര്യം. ആ അതുപോട്ടെ കിരണിട്ട് പോയിട്ട് എന്തായി, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? മീറ്റിങ്ങിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കല്യാണി, നന്നായിട്ട് തന്നെ കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കല്യാണി. അതെന്ത് പറ്റി? അതെ നാളെ നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എവിടെ എന്തിന്? അതെ താൻ ഡൽഹിയിലേക്ക് പോവല്ലേ, ചടങ്ങിന് വേണ്ടിയിട്ട് തന്നെ തന്നെ അനുമോദിക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിനെന്താ? അതല്ല നാളെ കഴിഞ്ഞ് ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. അതെന്ത് പറ്റി? ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു 4-5 കൊട്ടേഷനെങ്കിലും കിട്ടി. അതിന് ഹരിയേട്ടനെ മാത്രം വിട്ടാൽ ശരിയാവില്ല, ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അയ്യോ അപ്പൊ കിരണേട്ടൻ ഇവിടെ ഡൽഹിയിൽ വരില്ലേ? ഇല്ലടോ, താൻ ഹരിയേട്ടൻ്റെ കൂടെ പോലെ. ഹരിയേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കിരണേട്ടൻ വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കിരണേട്ട, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, എനിക്കൊരു ആത്മവിശ്വാസം തന്നെ കിരണേട്ടനാണ്. കിരണേട്ടനില്ലെങ്കിൽ ഞാൻ ഈ ചടങ്ങിന് പോകുന്നില്ല എന്ന് പറയാണ്. അയ്യോ താനിങ്ങനെ വാശി പിടിക്കല്ലേ, ചടങ്ങിന് പോയില്ലെങ്കിൽ അത് വലിയ മോശമല്ലേ, മാത്രമല്ല തന്നെ അനുമോദിക്കുന്ന ചടങ്ങാണ്. പത്രത്തിലും ടി വിയിലൊക്കെ ആ ന്യൂസ് വരും. ഞാനില്ലെങ്കിൽ എന്താ, ഹരിയേട്ടനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഹരിയേട്ടൻ്റെ കൂടെ പോയിട്ട് വാ, ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറയാണ്. അപ്പോൾ കിരണേട്ടൻ ഇവിടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല കിരണേട്ട. ഇല്ലടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു മീറ്റിംഗ് അല്ല 4-5 കൊട്ടേഷൻ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ തന്നെ പങ്കെടുക്കണം, ഒരാളെ വെച്ച് നിർത്താൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ, എന്നാലും കിരണേട്ട ഓ അതൊന്നും സാരമില്ലടോ, തൻ്റെ കൂടെ ഞാൻ എപ്പോഴും എൻ്റെ പ്രസൻസ് ഉണ്ടാവും, അത് പോരെ എന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. കല്യാണിക്കാകെ വിഷമമുണ്ട് കിരണില്ലാണ്ട് ഡൽഹിയിൽ പോകണമല്ലോ എന്നൊക്കെ കാര്യം അടച്ചിട്ട് അങ്ങനെ കിരൺ കല്യാണി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. കല്യാണി കിരണിൻ്റെ അടുത്ത് ഇങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കയ്യിൽ ഇങ്ങനെ പിടിച്ച് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.